സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും രണ്ട് തട്ടിൽ. ഇതിനെ എങ്ങനെ പരിഹരിക്കും? അല്ല, അങ്ങനെ ഇല്ലയെന്നാണ് ഞാൻ കൃത്യമായി എനിക്ക് സംഘടനയ്ക്കുള്ളിൽ നിന്ന് അങ്ങനെ പറയാൻ സാധിക്കും. അവരുടെ പദവിയിലിരുന്ന ആൾക്ക് അത്ര പറയാൻ പറ്റില്ല. ശൈലികളിൽ വ്യത്യാസമുണ്ടല്ലോ. അതെ, വ്യത്യസ്തമായ നേതാക്കന്മാർക്ക് വ്യത്യസ്തമായ ശൈലിയുണ്ട്, അഭിപ്രായങ്ങളിൽ തന്നെ വ്യത്യാസതയുണ്ട്. അതുകൊണ്ട് അനുയോജ്യമായ പേരാണ് വാർ റൂം. അതെ, കോൺഗ്രസിനുള്ളിൽ മുൻപ് പരസ്യമായ പൊതുയോഗങ്ങൾ ഗ്രൂപ്പിന്റെ പേരിലുണ്ട്. പഴയ ചാനലുകൾക്കാണ്. അല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ അതിന്റെ വസ്തുത പറഞ്ഞാണ്. ഗ്രൂപ്പിസം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ ഒരു ഘട്ടമല്ലേ ഇത്? ഇതിപ്പം വലിയ നേതാക്കന്മാർ കേരളത്തിലുണ്ടാകുമ്പോൾ അവരുടെ തമ്മിൽ ആശയപരമായ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് സ്വാഭാവികമാണ്. മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നേതാക്കളുടെ ഉത്തരവാദിത്തമല്ലേ? അത് ഞാൻ ആ കാര്യം 100% ഞാൻ എഗ്രി ചെയ്യുന്നു. ആർ ശങ്കറിന് ശേഷം പഴയ ചരിത്രത്തിലേക്ക് പോയാൽ ഒരുപാട് പറയാനുണ്ട്. ആർ ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസ് ആണ്. ഊർജ്ജസ്വലനായ കോൺഗ്രസ് നേതാവും പാർട്ടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായ ശ്രീ M. ലിജു ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ M. ലിജു. നമസ്കാരം. ആദ്യമേ തന്നെ KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ കേരള കൗമുദിയുടെ അഭിനന്ദനം. സന്തോഷം. എന്നും കേരള കൗമുദിയുടെ വലിയ പിന്തുണ എനിക്കുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഈ ഒരു വലിയ ദൗത്യമാണ്, പ്രത്യേകിച്ചും അടുത്ത വർഷം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയെ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക, തിരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഒരു ദൗത്യം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്നത് മറ്റ് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിലും അതിൽ സംഘടനയുടെ പങ്ക് ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കുക, അതിന് സംഘടനാ സംവിധാനത്തെ ഊർജ്ജസ്വലമായി കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ സംഘടനയുടെ ഐക്യം ഉറപ്പുവരുത്തുക. ഇപ്പോൾ സംഘടനാപരമായി അല്ലെങ്കിൽ വ്യക്തികളുടെ എണ്ണം കൊണ്ട് ശക്തമായിരിക്കുമ്പോൾ തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സംഘടന ദുർബലമാകും. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ നീതിപൂർവമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ഊർജ്ജസ്വലമായി താഴെത്തട്ട് വരെ സംഘടനയെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ദൗത്യമായി ഞാൻ കരുതുന്നത്. അതൊരു അതീവ ശ്രമകരമായ ദൗത്യമല്ലേ? അതെ, സ്വാഭാവികമായിട്ടും അതാണ് പാർട്ടിയുടെ വിജയമന്ത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകും. ഇപ്പം കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഒരു, താങ്കൾ ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നത് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. ആ നിലയ്ക്ക് അതൊരു പോസിറ്റീവ് പോയിന്റാണ്. പക്ഷേ സംഘടന എന്നുള്ളത് ഇപ്പോൾ അതൊരു ഏകീകൃത രൂപത്തിലുണ്ടോ? കാരണം പല നേതാക്കൾ ചേരി തിരിഞ്ഞ് സംസാരിക്കുന്നു. പ്രധാന പദവിയിലിരിക്കുന്നവർ, പ്രത്യേകിച്ചും KPCC പ്രസിഡന്റ് ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും പുറമേ അവരെല്ലാം ഒരുമിച്ച് ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ വലിയ അകലമുണ്ടെന്നുള്ള എല്ലാവർക്കും ബോധ്യമുണ്ട്. പിന്നെ പല ഫൈമി കാമുകന്മാർ, കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഉടുപ്പും തയ്പ്പിച്ചിരിക്കുന്ന നേതാക്കൾ, ഇവരുടെയൊക്കെ ഇടയിൽ എങ്ങനെ ഈ സംഘടനയെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും? ചേട്ടാ, ഈ കോൺഗ്രസിൻ്റെ നമ്മളൊരു സ്വാതന്ത്ര്യപൂർവ്വ ചരിത്രവും മുതലാണല്ലോ കോൺഗ്രസ് തുടങ്ങുന്നത്. നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എന്നും ഒരു അംബർല ഓർഗനൈസേഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായ ആശയങ്ങളുള്ള ആളുകൾ പാർട്ടി നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നു. നേതാക്കന്മാരിൽ തന്നെ ഒരു സ്റ്റാൾവാർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളുണ്ട്. മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണിത്. പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇവിടെ വളരെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പാർട്ടിയുടെ 2 തവണയുള്ള പിളർപ്പിലേക്ക് പോലും അത് വഴിതെളിച്ചിട്ടുണ്ട്. ഈ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ, എന്ന് പറഞ്ഞാൽ ഒരു 2 പതിറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ മുൻപ് പരസ്യമായ പൊതുയോഗങ്ങൾ ഗ്രൂപ്പിൻ്റെ പേരിലുണ്ടായിരുന്നു. ഗ്രൂപ്പുകൾക്ക് വക്താക്കളുണ്ടായിരുന്നു. അപ്പോൾ ഓരോ നേതാക്കന്മാർക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഇന്ന് അത്തരം ഒരു സാഹചര്യം ഇല്ല യഥാർത്ഥത്തിൽ. പക്ഷേ അത് അവസാനിച്ചു, ആ എപ്പിസോഡ് അവസാനിച്ചു. പിന്നെ നേതാക്കന്മാർ തമ്മിൽ വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പം പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതൊരു ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികവുമാണ്. പക്ഷെ അതൊന്നും തന്നെ അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല. നമ്മളത് കാണേണ്ട ഏറ്റവും പോസിറ്റീവായ വശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തികളാവുമ്പോൾ ഇപ്പം ഞാനും ചേട്ടനും തമ്മിൽ പോലും വ്യത്യസ്തമായ ആശയങ്ങളും അഭിപ്രായങ്ങളും കാണും. അപ്പോൾ അത്തരം വ്യക്തിത്വങ്ങളുടെ ഒരു സ്പാർക്ക് ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. പക്ഷെ അതൊന്നും തന്നെ പുറമേ ഇല്ല. ബാക്കിയെല്ലാം മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങളാണ്, അസംഷൻസ് മാത്രമാണ്. പിളർപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ പിളർക്കാനുള്ള, അല്ലെ പിളർന്ന് മാറി നിൽക്കാനുള്ള ശക്തി അന്ന് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ ഇനിയൊരു പിളർപ്പിനെയോ അല്ലെ ഒരു വലിയ വിഭാഗീയതയോ നേരിടാനുള്ള
ശക്തി കേരളത്തിലെ സംഘടനാ സംവിധാനത്തിനില്ല. ഞാൻ 100% അതിനോട് യോജിക്കുന്നു. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൂർവ്വകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളോ പരസ്യമായ വിഭാഗീയതയോ ഇല്ല എന്ന പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളില്ല എന്നുള്ളതല്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക്, ആശയപരമായ അല്ലെങ്കിൽ പല തരത്തിലുള്ള വ്യത്യാസങ്ങൾക്കപ്പുറത്ത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സ് നിലവിലുള്ള എല്ലാ നേതാക്കന്മാർക്കുമുണ്ട്. അതിനകത്ത് സംഘടനാപരമായി കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അവരുടെ എല്ലാവരെയും താല്പര്യങ്ങളെയും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് നീതിപൂർവമായ ഒരു പരിഹാരം സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് KPC പ്രസിഡന്റ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അത് ഞാൻ 100% പൂർത്തീകരിക്കും. എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് മുന്നിൽ 2 ദൗത്യങ്ങളുണ്ട്. ഒന്ന്, വളരെ ഛിന്നഭിന്നമായി എന്ന് പറയാവുന്ന രീതിയിൽ തകർന്നു പോയ ഗ്രാസ് റൂട്ട് ലെവൽ സംവിധാനം, അല്ലെങ്കിൽ ബൂത്ത് ലെവൽ സംവിധാനം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ബൂത്തിലിരിക്കാൻ പോലും UDFൻ്റെ പ്രതിനിധി ഇല്ലായിരുന്നു. അടുപ്പമുള്ള CPM നേതാക്കൾ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ ഇന്ന ബൂത്തിൽ ഞങ്ങൾ കള്ളവോട്ട് ചെയ്തു. അന്നേരം ആ രീതിയിലുള്ള ബൂത്ത് ലെവൽ സംവിധാനം ശക്തിപ്പെടുത്താൻ നോക്കുമോ, തമ്മിലടിച്ച് നിൽക്കുന്ന നേതാക്കളെ ഒരുമിപ്പിക്കാൻ നോക്കൂ? ഈ ബൂത്ത് ലെവൽ സംവിധാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത്തവണ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒരു വ്യത്യസ്തമായ ആശയം ശ്രീ KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി അദ്ദേഹം ആവിഷ്കരിച്ചൊരു രീതിയാണ് നമ്മൾ ഈ സംഘടനയുടെ വാർ റൂമുകൾ ആവിഷ്കരിച്ചു. ഉദാഹരണം തെലുങ്കാന അതൊരു ഉദാഹരണമാണ്. തെലുങ്കാനയിൽ പാർട്ടി ഉണ്ടായിരുന്നില്ല. ഈ DCC ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വാർ റൂം എന്നൊരു സിസ്റ്റം ആവിഷ്കരിച്ച് താഴെ തട്ടിലെ പാർട്ടിയുടെ ഒരു കണക്ടിവിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത്തവണ കേരള ലോക്സഭ വാർ റൂമിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പഠനം നടത്തിയിരുന്നു. ഇടയ്ക്ക് കയറി പറഞ്ഞോട്ടെ, എന്തുകൊണ്ട് അനുയോജ്യമായ പേരാണ് വാർ റൂം? അതെ, വാർ റൂം യഥാർത്ഥത്തിൽ അത് വാർ റൂം എന്ന് പറഞ്ഞാൽ ഒരു അവരതിനെ വിളിച്ചിരുന്നത് ഈ വാർ റൂം പുറത്തു വരുന്നൊരു നെയ്മാണ്, കോർഡിനേഷൻ സെൻറ്റർ എന്നാണ്. യഥാർത്ഥത്തിൽ എനിക്ക് വാർ റൂം എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട പേര് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോർഡിനേഷൻ സെൻറ്റർ എന്നായിരുന്നു. ഈ കോർഡിനേഷൻ സെൻറ്ററിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എന്താണ് സംഘടനാ സംവിധാനം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ കേരളത്തിൽ ബൂത്തുകളുടെ കണക്ക് പറഞ്ഞാൽ 25,177 ബൂത്തുകളാണ് കേരളത്തിലുള്ളത്. അതിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും അല്ലെങ്കിൽ ഘടനയുള്ളത് ഏകദേശം 24,000-ൽ പരം സ്ഥലത്താണ്. ബാക്കി 1000-ഓളം സ്ഥലത്ത് ഇപ്പോൾ CPMൻ്റെ പല പാർട്ടി ഗ്രാമങ്ങളിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് നേരിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷേ അവിടെ പോലും ഇത്തവണ കണ്ണൂരിൽ K. സുധാകരനും അപ്പുറത്ത് രാജ്ഭവനിൽ തന്നെ ലീഡ് ചെയ്തു. പക്ഷേ ഞാൻ ഘടനയാണ് പറഞ്ഞത് 24,000-ൽ പരം സ്ഥലങ്ങൾ. CPMന് പാർട്ടി ഗ്രാമമുണ്ട്, കോൺഗ്രസിന് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതാണ്, 24,000-ൽ പരം സ്ഥലത്ത് കോൺഗ്രസിന് ഘടനയുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം നടത്തിയ വെരിഫിക്കേഷനിൽ ഇപ്പോൾ നടത്തുമ്പോൾ ആദ്യം ഒരു 50% സ്ഥലത്താണ് യഥാർത്ഥ ഘടന വരുന്നത്. അപ്പം നമ്മൾ പാർട്ടി സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ ഇൻഫോം ചെയ്ത് ഇതാണ് സ്ഥിതി. DCCകളിൽ നമ്മൾ കൃത്യമായ വിവരം നമ്മുടെ മുമ്പിലില്ല, അതെന്താണ് സ്ഥിതി. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ 24,000-ൽ പരം സ്ഥലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഘടന കൃത്യമായി എന്ന് പറഞ്ഞാൽ ആരാണ് ബൂത്ത് പ്രസിഡന്റ്, ആരാണ് BLA എന്നിവരുൾപ്പെടെയുള്ള വിവരങ്ങൾ ഞങ്ങൾ ക്രോഡീകരിക്കുകയുണ്ടായി. പക്ഷെ ഇതിനകത്തും നമ്മളതിനെ ഈ ബൂത്തുകളെ നമുക്ക് 2-3 ഘടനയായി തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രവർത്തകരുള്ള ബൂത്ത്, രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തകരുടെ എണ്ണം കുറവാണ്, മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1-2 പ്രവർത്തകരെ കാണുകയുള്ളൂ. അത്തരം ചില പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഈ ബൂത്തിലിരിക്കാൻ ആളില്ല എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എന്താ, ബൂത്തിനകത്തിരിക്കാൻ തീർച്ചയായിട്ടും ബൂത്ത് ഏജൻറ്റ് കാണും. പക്ഷേ ആ 2 ബൂത്ത് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ഷിഫ്റ്റായിട്ട് 2, 3, 4 പേര് ഇരുന്ന് പുറത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അത്തരം ബൂത്തുകളുണ്ട് കേരളത്തിൽ, അത് ഞാൻ നിഷേധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളാണ് ഈ ബൂത്തിരിക്കുക. അല്ലാതെ ബൂത്തിനകത്ത് ബൂത്ത് ഏജൻറ്റ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2 പേരിരുന്നാൽ ഒരാളെന്ന് മാറുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷേ ഈ ബൂത്തുകളെ പുനർജീവിപ്പിക്കാൻ വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ ഈ തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് ഇത്രയും സ്ഥലങ്ങളിൽ ആളുണ്ട്. ചില സ്ഥലങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങളിലാണ് അത് വേറെ ആരുടെയും പ്രശ്നമല്ല. അപ്പോൾ ഇവിടത്തുള്ള ഏറ്റക്കുറച്ചിലുകൾ പാർട്ടിക്ക് ഇപ്പോൾ അറിയാം. എവിടെയാണ് പ്രവർത്തകരുള്ളത്, എവിടെയാണ് താരതമ്യേന കുറച്ചുള്ളത്, എവിടെയാണ് വളരെ മോശമായിട്ടുള്ളത്. ഞങ്ങൾ പ്രവർത്തന പദ്ധതി വഴി അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഈ പ്രദേശങ്ങളിൽ ഞങ്ങളതിനെ ശക്തിപ്പെടുത്തും. കാരണം കൃത്യമായൊരു പിക്ചർ നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ അത്തരം ഒരു പിക്ചർ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നില്ല. AICC ആവിഷ്കരിച്ച ഒരു വാർ റൂമിലൂടെ ഞങ്ങളിവിടെ ആവിഷ്കരിച്ച വാർ റൂം സംവിധാനത്തിലൂടെ എന്താണ് കേരളത്തിലെ പാർട്ടി ഘടന, എവിടെയാണ് ഞങ്ങളുടെ ശക്തി, എവിടെയാണ് ദൗർബല്യം, അതാണല്ലോ ഫസ്റ്റ് പ്രോസസ്സ്. അത് ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പറ്റാവുന്നതിലേറ്റവും ഇപ്പോൾ
പല ഘടകങ്ങൾ കൊണ്ട് പാർട്ടി പ്രവർത്തകരെ കിട്ടാത്ത സാഹചര്യമുണ്ട്. എന്നാൽ അത് കോൺഗ്രസിന് മാത്രം പ്രശ്നമല്ല. കാരണം നമ്മളിന്നൊരു ന്യൂക്ലിയർ നമ്മുടെ സമൂഹം തന്നെ ന്യൂക്ലിയർ ഫാമിലിയാണ്. പണ്ട് ഒരു കുടുംബത്തിൽ 8 പേരും 10 പേരും ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് 3-4 പോകുന്നൊരു പേരുണ്ടായിരുന്നു. ഇന്നൊരു കുടുംബത്തിലായ ഇപ്പം 2 പതിറ്റാണ്ട് കാലത്തെ കണക്കെടുക്കുക, അല്ലെങ്കിൽ 25 വർഷക്കാലം നോക്കിയാൽ തന്നെ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലോട്ട് പോയി. 2 കുട്ടികളായിരിക്കും ഒരു വീട്ടിലുണ്ടാവുന്നത്. ഈ 2 കുട്ടികൾ ആവുന്നവരിൽ എത്ര പേർ സജീവ രാഷ്ട്രീയ പ്രവർത്തകരായി പോകും? അപ്പോൾ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലും സജീവ രാഷ്ട്രീയ പ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞു. ഇത് കോൺഗ്രസിൻ്റെ മാത്രം സ്ഥിതിയല്ല, CPM-ൻ്റെയും മറ്റെല്ലാ പാർട്ടികളുടെയും സ്ഥിതി. അപ്പോൾ നിലവിലുള്ള ഈ സാമൂഹിക സ്ഥിതി കൂടി പരിശോധിച്ച് കാലത്തിനനുസൃതമായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അല്ല, ഈ ബൂത്ത് ലെവലിലുള്ള സംവിധാനം ശക്തിപ്പെടുത്തുമ്പോൾ അവർ നോക്കുന്ന അവിടുത്തെ ഇപ്പോൾ പറയുന്ന പ്രവർത്തകരെ ഏകോപിപ്പിക്കുമ്പോൾ അവർ മേളിലോട്ടാണ് നോക്കുമ്പോൾ എന്താണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും 2 തട്ടിൽ. ഇതിനെ എങ്ങനെ പരിഹരിക്കും? അല്ല, അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ കൃത്യമായി എനിക്ക് സംഘടനയ്ക്കുള്ളിൽ നിന്ന് അങ്ങനെ പറയാൻ സാധിക്കും. അവരുടെ പദവിയിലിരുന്ന ആൾക്ക് അത്ര പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെയല്ല, എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ചില ശൈലികളിൽ വ്യത്യാസമുണ്ടല്ലോ. വ്യത്യസ്തമായ നേതാക്കന്മാർക്ക് വ്യത്യസ്തമായ ശൈലിയുണ്ട്, അഭിപ്രായങ്ങളിൽ തന്നെ വ്യത്യാസതയുണ്ടാവും. പക്ഷെ ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതിൽ വളരെയധികം പക്വതയുള്ള നേതാക്കന്മാരെയാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ തീവ്രമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. സംഘടനയ്ക്കുള്ള കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ദൗത്യമാണ് എനിക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി തന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് കേരളത്തിന് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇവിടെ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും പാർട്ടി ഘടന മുഴുവൻ പാർട്ടിയുടെ പൊതുലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഈ പൊതുജനത്തിൽ ഞാൻ പറഞ്ഞ ഈ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പണ്ട് KK ആന്റണിയും K കരുണാകരനും തമ്മിലൊക്കെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ശേഷം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഇവർ തമ്മിലുള്ള അടി ഇപ്പോൾ പുറമെ ഉള്ള ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രകടമായില്ലേ? അല്ലാതെ എനിക്ക് തോന്നുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാലേ, ഈ പണ്ട് പഴയ ഒരു കാലഘട്ടത്തിൽ പ്രിൻ്റ് മീഡിയ മാത്രമേ ഉള്ളൂ. ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിക്കുന്ന കാര്യം വാർത്താ മാധ്യമങ്ങളിലൂടെ, ഇപ്പോൾ കേരളമോദിലൂടെ വാർത്ത വരുന്നു, മനോരമ വരുന്നു, അപ്പോൾ അടുത്ത ദിവസം വായിച്ച് ആ മെമ്മറി അങ്ങനെ നിന്നു പോകുന്നു. ഇന്ന് സ്ഥിതി അതല്ല. ഇന്ന് വിഷ്വൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയും ശക്തമാണ്. അപ്പോൾ പറയുന്ന ഓരോ വാക്കും എന്താണ്, ഏറ്റവും മൈക്രോ ലെവൽ വരെ എത്തുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിരൂക്ഷമായ, പ്രത്യേകിച്ച് മീഡിയയുടെ ഒരു കോമ്പറ്റീഷൻ കൂടിയുണ്ട്. അപ്പോൾ ചെറിയൊരു കാര്യങ്ങൾ വരുമ്പോൾ അത് കുറച്ചുകൂടെ വലുതാവും. പഴയ ചാനലുകൾക്ക് അല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ അതിൻ്റെ വസ്തുത പറഞ്ഞതാണ്. അപ്പോൾ കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് നേതാക്കന്മാർ തന്നെ ആ കാര്യത്തിൽ അത് അവർ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നേതാക്കളുടെ ഉത്തരവാദിത്തമല്ലേ? അത് ഞാൻ ആ കാര്യം 100% എഗ്രി ചെയ്യുന്നു. നേതാക്കന്മാർ, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ ആ കാര്യത്തിൽ കൂടുതൽ ഓരോ വാക്കിലും ശരീരഭാഷയിലും എല്ലാം നമ്മൾ ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു സമൂഹം അപ്പുറത്തുണ്ടെന്നുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്ക് തിരിച്ചറിയാനുള്ള പക്വതയുണ്ട്. പക്ഷേ എന്തെങ്കിലും തരത്തിൽ പാളിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു നവീകരണം, നമ്മുടെ ജീവിതം തന്നെ ഒരു നവീകരണമാണല്ലോ. നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തു നിന്നല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം തരുന്ന ഓരോ കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടിക്കും വ്യക്തികൾക്കും പാഠമായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ബൂത്ത് ലെവല് സംവിധാനം ശക്തിപ്പെടുത്തുമ്പോൾ നമ്മൾ KPCCയിലേക്ക് നോക്കുമ്പോൾ സെക്രട്ടറിമാരില്ല. ഇനിയിപ്പം DCC പ്രസിഡന്റുമാരെ മാറ്റാൻ പോകുന്നു, DCCകൾ പുനഃസംഘടിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നു. എന്താണ് ചിത്രം? അതായത് KPCCക്ക് പ്രസിഡന്റ് കഴിഞ്ഞ് 29 ഭാരവാഹികളാണുള്ളത്. ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും. സെക്രട്ടറിമാരില്ല. നേരത്തെ 70 സെക്രട്ടറിമാരുണ്ടായിരുന്നു. പക്ഷേ ആ സെക്രട്ടറിമാരെ കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്മിറ്റി മാറിയപ്പോൾ ആ സെക്രട്ടറിഷിപ്പുകൾ ഫുൾ ഇതായിപ്പോയി. KPCC ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ AICC-യുമായി ചർച്ച നടക്കുന്നുണ്ട്. പുതിയ സെക്രട്ടറിമാരെ വേണം. കാരണം പുതിയ തലമുറയിൽപ്പെട്ടവർ, വനിതകൾ, വിവിധ ജനവിഭാഗങ്ങൾ, കാരണം സെക്കൻഡ് ജനറേഷൻ ലീഡർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യുന്ന ഈ സെക്രട്ടറിമാരിലൂടെ തന്നെയാണല്ലോ കൂടുതൽ പ്രവർത്തനങ്ങളേറ്റ്. 140 അസംബ്ലി മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഒരു സെക്രട്ടറിക്ക് ഒരു മണ്ഡലം, അല്ലെ 2 അസംബ്ലി മണ്ഡലങ്ങളുടെ ചുമതല ഏറ്റെടുത്താൽ 70 പേരെ ആവശ്യമുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അത് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. DCCകളുടെ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ അത് AICC ആണ് ആ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. KPCCക്ക് അതിനകത്ത് റോളില്ല. AICC ആണ് തീരുമാനിക്കേണ്ടത്. AICC ഭാഗത്തു നിന്ന് എന്താണെന്ന് നമുക്കറിയില്ല. പ്രസിഡന്റുമാരെയൊക്കെ മാറ്റൂ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അല്ല, യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു, അല്ലെ ഹൈക്കമാൻഡ് കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറിയെ വെക്കുന്നു. ഇപ്പോൾ ദീപാദാസ് മുൻഷിയാണ്, അവർ തീരുമാനിക്കുന്നു. ഇവിടെയുള്ളവരുമായിട്ട് കാര്യമായ ആശയവിനിമയം നടക്കുന്നില്ല. അന്നേരം കേരളത്തിലെ പൾസ്, അല്ലെ കേരളത്തിലെ വികാരം അറിയാതെ മേളിൽ നിന്ന് താഴേക്ക് കെട്ടിയെടുക്കുന്ന രീതി ശരിയാണോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അല്ല, തെരഞ്ഞെടുക്കുന്ന രീതി
അല്ല, തെരഞ്ഞെടുപ്പ് രീതി, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രീതി തീർച്ചയായും ജനാധിപത്യപരമാണ്, എനിക്കറിയാവുന്നിടത്തോളം. ഞാൻ പറഞ്ഞ ആ പ്രോസസ് DCC ഭാരവാഹിയുടെ കാര്യത്തിലാണ് പറഞ്ഞത്. അല്ല, ഞാൻ ഇതാ പറയാം, ഞാൻ പറയാൻ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ ഈ ഡെമോക്രാറ്റിക്സ് എന്ന് പറയും, ഡെമോക്രസി എന്ന് ഞാൻ പറയാൻ കാര്യം ഈ കൺസെൻസസ് ബിൽഡിങ്ങും ഡെമോക്രസിയാണ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്ന് പുനഃസംഘടിപ്പിക്കണമെന്ന തീരുമാനമാണ് ഹൈക്കമാൻഡിൻ്റേത്. അതല്ലാതെ ഹൈക്കമാൻഡിന് ഇഷ്ടമുള്ള തീരുമാനം അടിച്ചേൽപ്പിക്കുകയല്ല. അല്ല, ഭാരവാഹികൾ ആരൊക്കെ മാറണം, ആരൊക്കെ പുതിയതായിട്ട് വരണം എന്നുള്ളത് ഇവിടെ തന്നെയാണോ തീരുമാനിക്കുന്നത്? തീർച്ചയായും ഇവിടെ ചർച്ച ചെയ്യും. എന്നാൽ അവരതിനൊരു പ്രോസസ്സ് ആരംഭിക്കുമ്പോൾ AICC ആണല്ലോ നിരീക്ഷിക്കുന്നത്. അപ്പോൾ അവരവരുടെ ഒരു പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന സ്റ്റാർ ജനറൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കേരള നേതൃത്വത്തെ അറിയിക്കുകയും, എന്നാൽ എനിക്ക് മുകളിലുള്ള ലീഡർഷിപ്പ് ഉണ്ടല്ലോ, സംസ്ഥാന KPC പ്രസിഡന്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, ഇവിടുത്തെ പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഇവർ എല്ലാവരും കൂടിക്കാഴ്ച അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ഒരു കൺസെൻസസ്, അതാണ് AICC എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ AICC നേരിട്ടല്ല. അത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് എന്ന് നടത്തണമെന്ന് തീരുമാനിക്കുന്ന AICC ആണെന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്ര ഒരു പുനഃസംഘടന നടത്തേണ്ടത് എന്നാണ്, ആ പ്രോസസ്സ് ആരംഭിക്കേണ്ടതെന്നുള്ള തീരുമാനമാണ് AICC. പക്ഷേ KPCC സെക്രട്ടറിമാരുടെ കാര്യത്തിൽ നീണ്ടുപോവുകയല്ലേ? അല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമീപ സമയത്ത് തന്നെ ഉണ്ടാകുമെന്നാണ്. ഇപ്പം നിലവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിലവിലുണ്ടായിരുന്ന KPCC സെക്രട്ടറിമാർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി AICC കൊടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതിരുന്ന സാഹചര്യം ഉണ്ടായില്ല. അന്നുണ്ടായിരുന്ന മുഴുവൻ KPCC സെക്രട്ടറിമാരെയും KPCC സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അല്ല, അതുകൊണ്ടല്ല അവർ പറഞ്ഞത്, അന്നത്തെ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണല്ലോ. അപ്പോൾ പുതിയൊരു ഇൻഡക്ഷൻ ആവശ്യമാണ്. അതിൽ തന്നെ KPCC സെക്രട്ടറിമാരെ നിൽക്കുന്ന പലർക്കും പ്രൊമോഷൻ ആവശ്യമാണ്. അപ്പോൾ ആ ഇൻഡക്ഷൻ പ്രോസസ്സും പ്രൊമോഷൻ പ്രോസസ്സുമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞാൽ, അത് ഈ സമീപ സമയത്ത് തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പം ഞാൻ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നല്ല, എൻ്റേതായ കോൺട്രിബ്യൂഷനും എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ ആ കാര്യത്തിൽ രേഖപ്പെടുത്തും. ഇപ്പം DCC പ്രസിഡന്റുമാരെ മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ 14 ജില്ലയിലേ ഉള്ളൂ. ഇപ്പം KPCC പ്രസിഡന്റിൻ്റെ നോമിനി, പ്രതിപക്ഷ നേതാവിൻ്റെ നോമിനി, KC വേണുഗോപാലിൻ്റെ നോമിനി, രമേശ് ചെന്നിത്തലയുടെ നോമിനി, K മുരളീധരൻ്റെ നോമിനി, ഇങ്ങനെ ലിസ്റ്റ്. ഇനിയിപ്പോൾ ശശി തരൂരുണ്ടെങ്കിൽ ശശി തരൂരിൻ്റെ നോമിനി. അന്നേരം ഇവരെക്കിടയിലുള്ള വീതം വയ്ക്കൽ മാത്രമായി മാറില്ലേ? അങ്ങനെയല്ല. ഇപ്പം മുൻകാലങ്ങളിൽ ഇതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ നേതാക്കന്മാർക്കും കേരളം മുഴുവൻ അഭിപ്രായം പറയുന്ന നേതാക്കന്മാരുണ്ട്. അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ, അനുയായികളോ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും. എന്നാൽ ചില ജില്ലകളിലെ നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ MP മാരുൾപ്പെടെയുള്ളവർ പറയും ഇന്നയാളായിരിക്കും അനുയോജ്യം. ഇതൊരു പൂളായിരിക്കുമല്ലോ എല്ലാ കാര്യത്തിനും വരുന്നത്. ആ പൂൾ വരുന്നതിൽ നിന്നും ഏറ്റവും എഫിഷ്യൻ്റായ ആളുകളെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതൊക്കെ എത്രയോ വർഷമായി കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അർഹതപ്പെട്ടവർ പലപ്പോഴും തഴയപ്പെടാറില്ല. ഞാൻ പറയാം, ഏത് പ്രോസസ്സാണ് 100% ശരിയാകും. അപ്പോൾ താങ്കളുടെ കാര്യം എടുക്കുക. അപ്പോൾ താങ്കൾ നിയമസഭയിലേക്ക് മത്സരിച്ച് 2-3 തവണ പരാജയപ്പെട്ടു. പക്ഷേ താങ്കൾ രാജ്യസഭയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അല്ലാതെ ഞാൻ 2 കാര്യം പറയാം. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് പാർട്ടി 3 തവണ അവസരം വന്നു. ആദ്യ തവണ എന്നോട് മത്സരിക്കാൻ പറഞ്ഞത് G സുധാകരനെതിരെയാണ്. അമ്പലപ്പുഴയിലെ CPM സിറ്റിംഗ് സീറ്റാണ്. ഒരു ശക്തമായ CPM കേന്ദ്രമാണ്. ഞാൻ ജയിക്കുമെന്ന് വിശ്വസിച്ചല്ല മത്സരിച്ചത്. 2ാമത്തെ തവണ കായംകുളമാണ്. അവിടെയും വർഷങ്ങളായി ജയിച്ചിട്ടില്ല. 3ാമത് വീണ്ടും എന്നോട് അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ പറഞ്ഞു. ഞാനതിനെ കണക്കാക്കുന്ന ഒന്ന് എനിക്ക് പാർട്ടി അവസരം നൽകി, അവസരം നിഷേധിച്ചിട്ടില്ല. 2 തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പരാജയത്തിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം ജനങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമല്ല പറഞ്ഞത്. പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കൂടുതൽ ഉയരേണ്ടതുണ്ടെന്നൊരു സന്ദേശമായിട്ടാണ് ഞാൻ. അതൊരു വിന്നബിലിറ്റി ഉള്ള ഒരു സീറ്റ് അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് വേറെ ഫാക്ടർ. വിന്നബിലിറ്റി ഉള്ള സീറ്റ് അല്ല എന്നുള്ള വസ്തുത. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെ പരാജയപ്പെട്ട വിന്നബിലിറ്റി സീറ്റ് ഞാൻ അങ്ങനെയല്ല അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കൂടുതൽ മെച്ചപ്പെടേണ്ടതെന്നുള്ളൊരു സന്ദേശം ജനങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ പിഴവുകൾ മനസ്സിലാക്കി കൂടുതൽ ജനങ്ങളിലേക്ക് ഇടപെടാനുള്ള മാർഗ്ഗങ്ങളും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് കൂടുതൽ മെച്ചപ്പെടണമെന്നുള്ള സന്ദേശമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. 2ാമത് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ആ രാജ്യസഭാ സീറ്റിലേക്ക് നിരവധി പേർ ആഗ്രഹിച്ചിരുന്നു. ഞാൻ മാത്രമല്ല. അന്ന് സതീശൻ പാച്ചേനിയുടെ പേര് പരിഗണിച്ചിരുന്നു. നേതാക്കന്മാർ നിരവധി പേര് പരിഗണിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ ഒരു സിംഗിൾ ചോയ്സ് അല്ല. അപ്പോൾ ഇന്ന ആളെ വിടുക എന്നുള്ളതല്ല. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരൊരു ക്രൈറ്റീരിയ തീരുമാനിച്ചു. ഞാൻ അപ്പോൾ തൊട്ട് മുമ്പുള്ള നിയമസഭ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അപ്പോൾ പാർട്ടി എന്ത് തീരുമാനിച്ചു? സാമൂഹ്യമായും വിവിധ റെപ്രസെൻറ്റേഷൻ, ഒരു വെറുതെ ഒരാളെ അല്ല വെച്ചത്, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ്. അവരൊരു വനിതയാണ്. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പാർട്ടി അതൊക്കെ വെറുതെയാണ്. ഞാൻ അങ്ങനെ ഒന്നും ഇത് ചെയ്യാൻ. ആ പാർട്ടി നോക്കിയപ്പോൾ
തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ ഇപ്പോൾ പറയപ്പെട്ടു, കുറച്ചുകൂടെ പ്രവർത്തിക്കട്ടെ എന്ന് പാർട്ടി കരുതി കാണും, അടുത്തൊരാൾക്ക് കൊടുത്തു. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ പത്മജ വേണുഗോപാൽ അടക്കം ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് അവർക്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം അതിനെല്ലാം ഒരു, ഞാൻ പറഞ്ഞത് പത്മജയും ഞാൻ പ്രത്യേകിച്ച് മോശക്കാരിയാണെന്നല്ല പറഞ്ഞത്, ഞാനും പത്മജ ചേച്ചിയൊക്കെ തൊട്ട് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണക്കിലെടുക്കണ്ടേ, നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എന്ന് വെച്ചുകൊണ്ട് എനിക്ക് തന്നില്ല എന്ന് വെച്ച് കിട്ടിയവരെല്ലാം മോശക്കാരാണ് ചിന്തിക്കുന്നത്. മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം കിട്ടാൻ വൈകുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ഒരു പാഷനും അതൊരു സാമൂഹ്യ സേവനവുമാണ്. അത് അധികാരത്തിനോട് ഞാനൊരു നിർമ്മമതയുള്ള ആളാണെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസിൽ ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ ഗോഡ് ഫാദർ വേണോ? താങ്കൾക്ക് ആരെങ്കിലും ഉണ്ടോ? എന്നെ നിരവധി നേതാക്കന്മാർ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന പദമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ രാഷ്ട്രീയമായി മുന്നോട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പം മുതലുള്ള കാലഘട്ടത്തിൽ നിരവധി നേതാക്കന്മാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ ആരും സഹായിച്ചിട്ടില്ല, ഞാനൊരു സെൽഫ് മെയ്ഡ് മാൻ മാത്രമാണെന്ന് പറഞ്ഞ അർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ മറുപടി ഞാൻ പറഞ്ഞത്, രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ ഞാൻ ആഗ്രഹിച്ചു എന്ന് വെച്ച് കിട്ടിയ ആളുകൾ മോശക്കാരാണെന്ന അഭിപ്രായം എനിക്കില്ല. പാർട്ടി അത്തരം തീരുമാനം എടുക്കുന്നതിന് പാർട്ടി നേതൃത്വം അതിൻ്റെ ഒരു മാനദണ്ഡമുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ ഞാൻ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ അതിൻ്റെ അകത്ത് മറ്റു പറയുന്നത് ശരിയല്ല. അരിപ്പാട്ടുകാരനായ താങ്കൾ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. പണ്ട് കോൺഗ്രസ് ഐ ആണെന്നാണ്, അതിനുശേഷം ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലാണെന്നാണ് നാട്ടുവർത്തമാനം. ശരിയാണോ? ഞാനൊരു കാര്യം പറയുന്നത് തെറ്റായി ധരിക്കരുത്. ഈ നമ്മളൊരു കോൺഗ്രസ്സിൽ നിൽക്കുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുമായിക്കൊള്ളട്ടെ, നമുക്ക് ഈ പോസിറ്റീവായ ഇപ്പോൾ രമേശ് ചെന്നിത്തല KPCCയുടെ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നൊരു നേതാവാണ്. പിന്നെ ഞാൻ കോളേജ് KSU കാലം രാഷ്ട്രീയപ്പെടാൻ തുടങ്ങിയ ഒരാളാണ്. ഞാൻ നങ്ങേറുളങ്ങര സെൻറ് തോമസ് കാർത്തികപ്പള്ളി സെൻറ് തോമസിൽ പഠിക്കുന്ന KSU യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു. അത് നങ്ങേറുളങ്ങര കോളേജിലെത്തിയപ്പോൾ KSU യൂണിറ്റ് സെക്രട്ടറിയും കൗൺസിലറുമായി, സർവകലാശാല യൂണിറ്റ് കൗൺസിലറുമായി. തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ ഞങ്ങൾ പഠിക്കാൻ വരുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം KSU ജയിച്ചിട്ടില്ല. ഞങ്ങളാണ് അവിടെ കോളേജ് ഉണ്ട്. ഞാൻ, മാത്യു കുഴൽനാടൻ, നിയാസ്, പിന്നെ വിഷ്ണുനാഥ്, ഞങ്ങളെല്ലാം ഒരേ സമയത്ത് പഠിച്ചവരാണ്. ഞങ്ങളാണ് ആ കോളേജ് യൂണിയൻ തിരികെ പിടിച്ചത്. ഞാൻ അവിടെ നിന്ന് ജയിച്ച മാത്സ് സെനറ്ററായിരുന്നു. ഞാൻ കേരള സർവകലാശാല സെനറ്റിലേക്ക് കൗൺസിലർ എന്ന നിലയിൽ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ KSU പ്രവർത്തനം മുതൽ തുടങ്ങുന്ന ഒരാൾ നേതാക്കന്മാർ സ്ഥാനങ്ങളിലെത്തും. സ്വാഭാവികമായിട്ടും അവർക്ക് ആളുകളെ എന്ത് ചെയ്യേണ്ടി വരും, സഹായിക്കുകയും ചെയ്യും. നമ്മൾ അവരോട് അടുപ്പം പുലർത്തും. നേതൃത്വം രമേശ് ചെന്നിത്തല MLA ആയി, KPCC പ്രസിഡൻ്റായി, പ്രതിപക്ഷ നേതാവായി ഞാൻ അദ്ദേഹത്തോട് വളരെയധികം അടുപ്പം പുലർത്തിയിട്ടുള്ള ഒരാളാണ്. പുതിയ ലീഡേഴ്സും വരും, പുതിയ നേതാക്കന്മാരും വരും. KPCC പ്രസിഡന്റ് അദ്ദേഹം മാറി, പുതിയ ആൾ പ്രസിഡൻ്റായി. VM സുധീരൻ പ്രസിഡൻ്റായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുപ്പം പുലർത്തിയ ഒരാളാണ്, അടുപ്പമായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞാൻ ആലപ്പുഴ DCCയുടെ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഏറ്റവും ഊഷ്മളമായ ബന്ധമാണുള്ളത്. ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴ MP ആയി, അല്ലെങ്കിൽ ആലപ്പുഴ MLA ആയിരുന്നു. ഞാൻ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ പിന്നീട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൂടി ആയ ആളാണ്. ഞാൻ KSU സംസ്ഥാന ഭാരവാഹിയും സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അപ്പം ഞാൻ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗ്രൂപ്പിൻ്റെ പേരിലല്ല, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അന്ന് നേരിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു സംവിധാനത്തിലായതാണ്. ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് K. സുധാകരൻ പ്രസിഡന്റായി. അപ്പം ഞാൻ നേതാക്കന്മാരുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്താം. താങ്കളപ്പോൾ വ്യക്തിയെക്കാട്ടി സംഘടനയുടെ തീർച്ചയായും സംഘടന തലപ്പത്തിരിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. സംഘടനയോട് നീതി പുലർത്തുക എന്നുള്ളത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് നാളെ പുതിയ PCC പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹവുമായിട്ട് ഏറ്റവും നന്നായി സഹകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ആത്യന്തികമായി ഇതിൽ നിൽക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ആശയത്തോടുള്ള വിശ്വാസമാണ്. അതിനകത്ത് വ്യക്തികൾ അപ്രസക്തമാണെന്നാണ് ഞാൻ നേതാക്കന്മാരോട് സ്നേഹമില്ലെന്നൊന്നുമല്ല. KC വേണുഗോപാലുമായിട്ടും ഈ പറഞ്ഞ എല്ലാ നേതാക്കന്മാരും തീവ്ര ബന്ധം പുലർത്തുന്നുണ്ട്. KC വേണുഗോപാൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അങ്ങേയറ്റം ശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹവുമായിട്ട് ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന എന്തൊരു തെറ്റുണ്ടോ? അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എതിരാണെന്നല്ല. അത് ഞാൻ പറഞ്ഞത് അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ് നമ്മൾ ഈ ഗ്രൂപ്പ് കമ്പാർട്ട്മെൻറ്റുകളിൽ ഒടുങ്ങിപ്പോകേണ്ടതല്ല. കോൺഗ്രസിൻ്റെ ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ജീവിതം എന്ന് വ്യക്തമായുള്ള വിശ്വാസം എനിക്കുണ്ട്. വ്യക്തികൾ അപ്രസക്തമാണെന്ന് പറയുമ്പോൾ അപ്രസക്തമെന്ന് ഞാൻ പറയുന്നില്ല. ആ വ്യക്തികൾക്ക് പക്ഷേ അവരെല്ലാം പ്രസക്തമാണെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞതല്ല, അത് ശരിയാണല്ലോ. ഇപ്പം നേതാക്കന്മാരുണ്ടാവുന്നത് എങ്ങനെയാണ്? അനുയായികൾ ഉണ്ടാകുമ്പോഴല്ലേ നേതാക്കന്മാർ, അനുയായികളില്ലാത്ത ആളുടെ നേതാക്കന്മാരുണ്ടാവും. അപ്പോൾ ആ അനുയായികളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നേതാവിൻ്റെ പ്രവർത്തന ശൈലിയും അവരുടെ കരിഷ്മയാണ്, പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന നേതാക്കന്മാർക്ക് അവരുടെ അനുയായികളെ അവരുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ
നേതൃത്വവും പാർട്ടി പ്രവർത്തകനും അതിനകത്ത് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി താല്പര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പിനകത്ത് ഒരു കോൺഗ്രസിനെ ആലോചിക്കാൻ പറ്റില്ല, പക്ഷേ ഗ്രൂപ്പിസം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ ഒരു ഘട്ടമല്ലേ ഇത്? എനിക്ക് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ തോന്നുന്നില്ല. ഇല്ല മുൻകാലങ്ങൾ വെച്ച് മുൻകാലങ്ങളിൽ ഞാൻ പറയും, ഇവിടെ ഔദ്യോഗികമായി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കുമ്പോൾ ഗ്രൂപ്പ് വേറെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പരസ്യമായി ഗ്രൂപ്പ് ഇന്നയാളെ തോൽപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്ത സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് ഇത് കിട്ടാത്തതുകൊണ്ട് ഇവരെ മാറ്റണമെന്ന് പറഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഗ്രൂപ്പ് റാലികൾ ഉണ്ടായിട്ടുണ്ട് കാലഘട്ടമുണ്ട്. ഇതിപ്പം നേതാക്കന്മാർ, വലിയ നേതാക്കന്മാർ കേരളത്തിലുണ്ടാകുമ്പോൾ അവരുടെ തമ്മിൽ ആശയപരമായ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അഭിപ്രായത്തിൽ, പക്ഷേ പൂർവ്വകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര തീവ്രമായൊരു ഗ്രൂപ്പിസം കേരളത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞതിനെ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേതാക്കന്മാരോട് സ്നേഹബന്ധമുണ്ട്, സ്നേഹപര അടുപ്പമുണ്ട്. പക്ഷേ ആത്യന്തികമായി എൻ്റെ താല്പര്യം കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ദോഷകരമായ ഒരു കാര്യവും, ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഉണ്ടാവരുതെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനമാണ് UDF ലഭിച്ചത്, പ്രത്യേകിച്ച് കോൺഗ്രസിനും. ഏറെക്കുറെ എല്ലാവരും ജയിച്ചു, വൻ വിജയം നേടി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പക്ഷേ ജനം കരുതുന്നു, ഇവരിനിയിപ്പം വീണ്ടും LDF തന്നെ 3ാം തവണയും വരും. കാരണം മറ്റേവർ തമ്മിത്തല്ലല്ലേ. ഏത് സമയം ഈ ഒരു സാഹചര്യം കുറേ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കൾ പോലീസിൻ്റെ ക്രൂരമർദ്ദനമേറ്റ് തലപൊട്ടി ചോരയൊലിക്കുന്നു എന്നുള്ളതിനപ്പുറം മുതലാക്കാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ? ഞാൻ കരുതുന്നത്, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ജയിക്കണമെന്നില്ല. പക്ഷേ അതൊരു സിഗ്നലാണ്. ദേശീയ തലത്തിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി കിട്ടിയ വലിയ പിന്തുണയും ഇതിനകത്തുണ്ട്. പക്ഷേ എന്ന് വെച്ച് നമ്മൾ കേരളത്തിലെ നേതാക്കന്മാരുടെ പ്രവർത്തനത്തെ കുറച്ച് കാണേണ്ട കാര്യമില്ല. അവരും കഠിനാധ്വാനം തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. അവർ മികച്ച പ്രവർത്തനം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ VD സതീശനും KPC പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ K സുധാകരനും വലിയ തോതിൽ ആ കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. പക്ഷേ നിയമസഭ നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. ഞാൻ 100% അങ്ങനെ കരുതുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തീവ്രമായ ഗ്രൂപ്പിസം പഴയ പോലെ ഇല്ല, അങ്ങനെ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ പോലും പുതിയ കാലം, നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ മീഡിയയുടെയും ഒക്കെ സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ സംയമനത്തോടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോഴത്തെ ലീഡർഷിപ്പിനുണ്ട്. അല്ല, ആ ഒരു ഐക്യത്തോടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം കൂടുതലായിട്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അവരത് നിറവേറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഞങ്ങൾ ഈ വയനാട്ടിൽ നടന്ന ക്യാമ്പൊക്കെ, വയനാട് 2025 മിഷൻ, അതൊക്കെ ഒരു വലിയ ദൗത്യമായിരുന്നു. അതൊരു പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ACC ജനറൽ സെക്രട്ടറി തന്നെ KC വേണുഗോപാൽ ഇവിടെ ക്യാമ്പ് ചെയ്തു. വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെല്ലാവരും ഉണ്ടായിരുന്നു. വലിയൊരു എക്സസൈസാണ് നടന്നിരിക്കുന്നത്. അപ്പം ഞാൻ കരുതുന്നത് നേതാക്കന്മാരെല്ലാം അവസരത്തിനൊത്ത് ഉയരും. ഈ ചെറുപ്പക്കാരുടെ ചോര വെറുതെ ആയി പോകരുത്. കാരണം അവരൊരു സമൂഹത്തിലെ ഈ ഗവൺമെൻറ്റിന് ഞാൻ 100% ഉറപ്പായിട്ട് പറയാം, CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. അവരുടെ ധാർമ്മികത, പാർട്ടി ലീഡർഷിപ്പിൻ്റെ ധാർമ്മികത, ഗവൺമെൻറ്റിൻ്റെ ധാർമ്മികത തകർന്നിരിക്കുന്നു. അവർക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ പോലും വോട്ട് പാറ്റേണിൻ്റെ ഒരു 3ാം സ്ഥാനത്താണ്. ഞാൻ അതിനെ പോസിറ്റീവായി കാണുന്നില്ല. ഷിഫ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ആ ഷിഫ്റ്റ് പൂർണ്ണമായിട്ട് ക്യാഷ് ചെയ്യാൻ കോൺഗ്രസിന് പറ്റുന്നില്ല, BJPയിലേക്കാണ് ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. എല്ലായിടത്തും അല്ല. കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ 2.8% കുറഞ്ഞു. BJPയുടെ കൂടി CPMന്റെ 1.7% കുറഞ്ഞു. അതങ്ങനെയല്ല. ഞാൻ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും വോട്ടിംഗ് പാറ്റേൺ കൃത്യമായി പരിശോധിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കതിനകത്ത് മനസ്സിലായത് പറഞ്ഞാൽ, ഈ പറഞ്ഞ CPMന്റെ വോട്ടുകളിൽ വലിയൊരു ശതമാനം BJPയിലേക്ക് പോയിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനും വന്നിട്ടുണ്ട്. ബൂത്ത് തിരിച്ച് നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പൂർണ്ണമായും വലിയ ശതമാനം ഷിഫ്റ്റ് ചെയ്തേക്കുന്നത് BJPയിലേക്കാണ്. അപ്പോൾ അതൊരു നല്ല പ്രവണതയാണെന്ന് ഞാൻ കരുതുന്നില്ല. CPM അങ്ങനെ ദുർബലപ്പെടുന്നത് ശരിയാണെന്നുള്ള വിശ്വാസക്കാരനുമല്ല ഞാൻ. കോൺഗ്രസ് അത് ഗൗരവമായി ചിന്തിക്കുന്നുണ്ട്. അത് പരിഹരിക്കേണ്ടതുമാണ്. CPMൽ നിൽക്കുന്ന അണികൾ എന്തുകൊണ്ട് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? അതെനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് CPM നേതാക്കന്മാരുണ്ടാക്കിയ ഒരു മൈൻഡ് സെറ്റിൻ്റെയും പ്രശ്നമുണ്ട്. അതിൻ്റെ അകത്ത് കോൺഗ്രസിൻ്റെ പ്രശ്നമുണ്ട്. കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാതെ BJPയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ പ്രശ്നം മനസ്സിലാക്കണം. പക്ഷേ ഈ CPM അണികൾക്ക് ഇവരുടെ നേതൃത്വം കൊടുത്തൊരു അന്ധമായ കോൺഗ്രസ് വിരോധമുണ്ട്. അപ്പോൾ ഇവർ ഇതിനകത്ത് മനമെടുക്കുമ്പോൾ അവർക്ക് കോൺഗ്രസ് ഒരു ഓപ്ഷനായിട്ട് അവർക്ക് തോന്നുന്നില്ല. അപ്പോൾ അപ്പോൾ അങ്ങനെ ഓപ്ഷനാണ് അവർ അങ്ങോട്ട് പോയി. അപ്പോൾ CPM നേതാക്കന്മാർ ഒരു പുനർചിന്തനം തയ്യാറാകണം. നിങ്ങളുടെ ശത്രു യഥാർത്ഥത്തിൽ ആരാണ്?
കോൺഗ്രസ് ആണോ, മതേതര ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ് ആണോ, കേരളത്തിൽ ബി ജെ പി ആണല്ലോ അവർ അല്ല, ആശയപരമായി നമ്മൾ തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ അപ്പുറത്ത് ആശയങ്ങൾ കൊടുക്കുന്നൊരു പ്രശ്നമുണ്ടല്ലോ. മനുഷ്യനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആശയമാണ് സ്വാധീനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക് പറഞ്ഞാൽ ഇപ്പൊ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു. അവിടെ ഇടത് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനെക്കാട്ടി 16,000-ലധികം വോട്ട് കൂടുതൽ കിട്ടി. അവരുടെ വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. മറിച്ച് കോൺഗ്രസിന്റെ 86,000 വോട്ടുകൾ കുറഞ്ഞു പോയി. തൃശ്ശൂരിൽ അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സുരേഷ് ഗോപി BJP-യിലേക്ക് പോകുന്ന വോട്ടുകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ ആണ് കൂടുതൽ. അതിപ്പം നമ്മൾ ചിന്തിച്ചാൽ ഇപ്പം ഓരോ സ്ഥലങ്ങളിലും ഇപ്പം ആലപ്പുഴയിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ CPM വർഷങ്ങളായി മുന്നോട്ട് വരുന്ന കായംകുളം 3-ാം സ്ഥാനത്താണ്, ഹരിപ്പാട് 3-ാം സ്ഥാനത്താണ്. അല്ല, അതിനെക്കാട്ടിലൊക്കെ വലിയ തോതിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള കോട്ടകളിൽ പോയിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവിടെ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ പോകുമ്പോൾ 1-ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ്, 2-ാം സ്ഥാനത്ത് CPM, BJP ഇല്ല. ഇവിടെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ കായംകുളത്ത് 1-ാം സ്ഥാനത്ത് കോൺഗ്രസും 2-ാം സ്ഥാനത്ത് BJP, 3-ാം സ്ഥാനത്ത് CPM ഫാർ ബിഹൈൻഡാണ്. ഹരിപ്പാട് 1-ാം സ്ഥാനത്ത് കോൺഗ്രസ് 1000 വോട്ടുകൾക്ക് പിന്നിൽ BJP ആണെന്നുണ്ടെങ്കിൽ 5000 വോട്ടിന് പിന്നിൽ CPM ആണ്. ഞാൻ പറഞ്ഞത് അമ്പലപ്പുഴയിൽ CPM BJP തമ്മിലുള്ള വ്യത്യാസം 100 വോട്ടാണ്, 100 വോട്ട് താഴെയാണ്. കരുനാഗപ്പള്ളിയിൽ CPM BJP തമ്മിലുള്ള വ്യത്യാസം 100-140 വോട്ടാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന CPM അണികളുടെ വലിയ ഷിഫ്റ്റ്, ആ ഷിഫ്റ്റിൽ കോൺഗ്രസിലേക്ക് വന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഡിഫക്റ്റ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഗൗരവമായി CPM ആണ് അതിനെ കാണേണ്ടത്. ഞാൻ ആ ഒരു ഇതാഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് തീർച്ചയായിട്ടും ഇതിനെ പഠിക്കുന്നുണ്ട്. അല്ല, CPM കാണേണ്ടതെന്നുള്ളത് സത്യമാണ്. പക്ഷേ കോൺഗ്രസിന്റെ മണ്ണാണ് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ 2 മുന്നണികൾ UDF LDF എന്നുള്ള മാറി NDA എന്ന് പറയുന്ന ഒരു മുന്നണി കയറി വരികയാണ്. അതിന് കോൺഗ്രസിന് ഒരുപോലെ അപകടകരമാണ്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വലിയ ശത്രു എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ആശയം. അന്നേരം കേരളത്തിൽ BJP-യെ നേരിടേണ്ട പ്രധാന ഉത്തരവാദിത്തം കോൺഗ്രസിന്. ഞങ്ങൾ ആ നിറവേറ്റം നിർവഹിച്ചതുകൊണ്ടാണല്ലോ, ഞങ്ങൾ ആ വിശ്വാസം തന്നുകൊണ്ടാണല്ലോ 18 സീറ്റ് ഞങ്ങൾക്ക് നൽകിയത്. ജനം തീർച്ചയായിട്ടും BJP-യെ, ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ്, BJP-യെ നേരിടാൻ CPM കോമ്പിറ്റൻ്റ് അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് CPM-ൻ്റെ ആളുകൾ പോലും ഈ BJP മൈൻഡ് സെറ്റ് അല്ലാത്ത മതേതര പല സമുദായങ്ങളും കോൺഗ്രസിന് വോട്ട് ചെയ്തത്. ആ ടെമ്പോ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ ജാതിയുടെ കാര്യം പറയല്ല, ഇപ്പൊ കേരളത്തിലെ ഒരു പ്രബല സമുദായമായ ഈഴവ സമുദായം, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അവിടെ CPM-ന് വോട്ടുകൾ ഷിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സമുദായത്തിന്റെ വോട്ടുകൾ പോയപ്പോൾ അടിത്തറ തകർന്നു എന്ന് പോലും വിമർശനം ഉണ്ടായി. പക്ഷെ അത് ക്യാഷ് ചെയ്യാൻ ഒരു കാലത്തും ഇപ്പം കോൺഗ്രസിന് കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ നിയമസഭയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഈഴവ സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ് MLA-മാരുണ്ട്. താങ്കൾ തന്നെ ഈ കസേരയിൽ എത്ര വൈകി? ഈഴവ സമുദായത്തിൽ പിന്നെ കോൺഗ്രസ് ഈഴവ സമുദായത്തിൽപ്പെട്ട നിരവധി നേതാക്കന്മാർക്ക് അവസരങ്ങൾ കൊടുത്തു വളർത്തു വരികയും ചെയ്തു. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഞാൻ പണ്ട് മുതലേ ശങ്കറിന് ശേഷം പഴയ ചരിത്രത്തിലേക്ക് പോയാൽ ഒരുപാട് പറയാനുണ്ട്. അതല്ല, അത് നമുക്കത് ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസ് ആണ്. അതിനുശേഷം പിന്നെ കേരളത്തിൽ ജനാധിപത്യം ഇല്ല. ഞാൻ അതല്ല പറഞ്ഞത്. ശങ്കരനെ മുഖ്യമന്ത്രിയാക്കി എത്രയോ വർഷങ്ങൾ സമുദായത്തെ നോക്കി, ഞാൻ എൻ്റെ ഒരു വിശ്വാസം സമുദായം നോക്കി മുഖ്യമന്ത്രിയാക്കണമെന്നൊന്നുമല്ല, എഫിഷ്യൻസിയാണ് വേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞ പോയിന്റ് വേറെ ഒന്നാണ് പറയാൻ വന്നത്. അതായത് ശങ്കറിനെ കോൺഗ്രസ് 50കളുടെ അവസാനം തന്നെ മുഖ്യമന്ത്രി ആക്കിയതിന് ശേഷം, പക്ഷെ CPM ഒരു മുഖ്യമന്ത്രി ആക്കിയത് VS ജനാർദ്ദനൻ ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ്. പിണറായി ആയി, അല്ല ഇപ്പോൾ കണ്ടിന്യൂഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞ അന്നത്തെ ഒരു സമയം ഞാൻ പറഞ്ഞു ഞാൻ പൂർത്തീകരിക്കട്ടെ. അപ്പോൾ കോൺഗ്രസിനകത്ത് പ്രമുഖരായ നേതാവ് ഇപ്പോൾ ശങ്കറിന് ശേഷം വയലാർജി, പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, ഇപ്പോൾ KPC പ്രസിഡന്റ് CK സുധാകരൻ, ഇതെല്ലാം നേതാക്കന്മാരുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ശരിയാണ്, കൂടുതൽ കോൺഗ്രസിനുള്ളിൽ പിന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാരെ വളർന്നു വരേണ്ടതുണ്ടെന്നുള്ള പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് വരപ്പം എനിക്ക് നിയമസഭാ സീറ്റ് ലഭിച്ചു. അതുപോലെ ശ്രീമതി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് മത്സരിക്കാൻ അവസരം കൊടുത്തു. കുറേ സ്ഥലങ്ങളിൽ ജയിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം തന്നെ ഒരു താങ്കൾ പറഞ്ഞ ചരിത്രത്തിലേക്ക് തന്നെ പോവാം. ശങ്കർ കേരളത്തിലെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയായി വന്നു. അതിനുശേഷം ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ വയലാർ രവിയാണ് AK ആന്റണിയെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതിൽ വലിയ റോള് വഹിച്ച ആളാണ്. വയലാർ രവി, AK ആന്റണി, വക്കം പുരുഷോത്തമൻ, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇങ്ങനെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ വയലാർ രവി മുഖ്യമന്ത്രിയായില്ല, വക്കം പുരുഷോത്തമൻ മുഖ്യമന്ത്രിയായില്ല, VM സുധീരൻ മുഖ്യമന്ത്രിയായില്ല,
മറിച്ച് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രി. ഞാനത് ഇവരെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്ത് വരാൻ യോഗ്യരായിരുന്നു. പക്ഷേ എന്തുകൊണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മറ്റവരെ ആയവർ മോശക്കാരാണെന്ന് അല്ല, അതിനർത്ഥമില്ല, അതൊരിക്കലും ഇല്ല. ഇപ്പൊ ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയും ജനകീയനായ നേതാവാണ് AK ആന്റണി. അതിനൊന്നുമില്ല. പക്ഷെ അത് അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടേണ്ട, അത് ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം എന്നും പൂർണ്ണമായ നീതിപൂർവമല്ലല്ലോ. പക്ഷെ ചരിത്രം നീതിപൂർവ്വം അല്ലാതെ അണികളെ ചോർന്നു പോവാണ്. അത് പരിഹരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഇത്രയും പ്രബലമായ ഒരു സമുദായത്തിന്റെ പ്രാതിനിധ്യം ഈ ഞാൻ ഈഴവ സമുദായം മാത്രമല്ല, എൻ്റെ ഒരു എൻ്റെ ഒരു പഠനത്തിൽ ഈഴവ സമുദായം മാത്രമല്ല, നിരവധി ഇതുപോലെയുള്ള സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കൊച്ചു സമുദായങ്ങളുണ്ടല്ലോ. ആ തരത്തിലുള്ള പണ്ടെല്ലാം അത്തരത്തിലുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ നോക്കിയാൽ അങ്ങനെയുള്ള നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടി ഗൗരവതരമായി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മറ്റു വിഭാഗങ്ങളിലും പഴയതുപോലെ എല്ലാ വിഭാഗം, ഞാൻ പറഞ്ഞ എല്ലാ കോൺഗ്രസിന് പോലും മുഖ്യമന്ത്രി വരെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നു. BJP അങ്ങനെയുള്ള ആൾക്കാരെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു, അതായത് സാമൂഹ്യ നീതി ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആ കാര്യത്തിൽ ജാതി എന്നതിനപ്പുറത്ത് ജസ്റ്റിസാണ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന എൻഷുർ ചെയ്തേക്കുന്ന കാര്യമാണ്. ജാതി എന്ന് കാണുന്നതിനപ്പുറത്ത് സമൂഹങ്ങൾക്ക് നീതി കൊടുക്കണം. സമൂഹങ്ങൾക്ക് നീതി കൊടുക്കുന്ന അധികാരത്തിലെ പങ്കാളിത്തമാണ്. അധികാരത്തിലെ പങ്കാളിത്തം എന്നത് ആദ്യം തുടങ്ങേണ്ടത് പാർട്ടിയിലാണ്. പാർട്ടി റെപ്രസെൻറ്റേഷൻ വഴിയാണല്ലോ പിന്നെ അധികാരത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ഗൗരവതരമായ ചിന്ത ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈഴവ കമ്മ്യൂണിറ്റി മാത്രമല്ല, തീർച്ചയായും ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായും ഞാൻ ഈഴവ സമുദായത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയേണ്ടത്. ഞാൻ ഇപ്പോൾ ഒരു സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് എന്നത് എന്നാൽ പോലും ഞാൻ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഞാൻ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റൊരു കാര്യങ്ങളുണ്ട്, ഈ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക. കോൺഗ്രസിൻ്റെ മധ്യ തിരുവിതാംകൂറിൽ അടക്കം കോൺഗ്രസിന്റെ ഒരു ബേസ് വോട്ടായിരുന്നു ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ട്. അതിലിപ്പോൾ തൃശ്ശൂരിലടക്കം അല്ലെങ്കിൽ വലിയൊരു ഷിഫ്റ്റ് BJPയിലേക്ക് പോകുന്നു. ഈ വലിയ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഇപ്പോൾ പത്തനംതിട്ട മധ്യ തിരുവിതാംകൂർ പത്തനംതിട്ട ജില്ലയിൽ CPM ഈ ഒരു BJPയുടെ വോട്ടിന് കുറവാണ് ഉണ്ടായത്. 50,000-ൽ പര വോട്ടുകൾ കുറയുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ തൃശ്ശൂരിലുണ്ടായൊരു പ്രതിഭാസം ഇപ്പോൾ എറണാകുളം ജില്ല അതില്ല, കോട്ടയത്ത് അതില്ല. ചിന്തിച്ചു നോക്കാം. ഞാൻ പറഞ്ഞത് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഷിഫ്റ്റായി കണക്കാണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് സുരേഷ് ഗോപിക്ക് അത് മാനേജ് ചെയ്യാൻ സാധിച്ചു. സുരേഷ് ഗോപിക്ക് അത് മാനേജ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ മറ്റ് ജില്ലകളിൽ ഇവരതിനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇപ്പം ഞാൻ പറയാം, പണ്ട് PC തോമസ് ജയിച്ചില്ലേ? PC തോമസ് വർഷങ്ങൾക്ക് മുമ്പ് NDA കാൻഡിഡേറ്റ് ആയിട്ട് കോട്ടയത്ത് ജയിച്ചിട്ടുണ്ട്. അതിനർത്ഥം അതിനുശേഷം വന്ന BJP ഈ വോട്ടെല്ലാം BJP പോയത് അങ്ങനെയല്ല. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മൈനോറിറ്റീസിലേക്ക് അവർക്ക് ഇൻറോഡ്സ് ഉണ്ടാക്കാൻ സാധിച്ച ഒരേ ഒരു സ്ഥലം തൃശ്ശൂരാണ്. അതിപ്പോൾ ജയം നോക്കുമ്പോൾ തിരുവനന്തപുരം ചിന്തിച്ചു. ഞാൻ പറയുമ്പോൾ തിരുവനന്തപുരം ബിഷപ്പുമാരും അവരൊക്കെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. ഇതൊന്നും അഡ്രസ് ചെയ്യാതെ മറ്റു കാര്യങ്ങളിൽ അഭിരമിച്ചിട്ട് കോൺഗ്രസിന് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ സ്വയം ഇതൊന്നും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെയൊന്നും ഞാൻ പരിപൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. പക്ഷേ ചില വസ്തുതകൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അത് പറയണമല്ലോ. അതായത് ഞങ്ങളുടെ നിഗമനം മത നേതൃത്വവുമായിട്ട് അടുക്കാൻ BJP ശക്തമായി ശ്രമിക്കുന്നുണ്ട്. അവരതിന് സ്ഥാനങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജോർജ് കുര്യനൊക്കെ തന്നെ സ്ഥാനങ്ങൾ കൊടുത്തു, അൽഫോൺസ് കണ്ണന്താനം മുമ്പ് കൊടുത്തിട്ടുണ്ട്. അധികാരത്തിലും 10 വർഷമായിട്ട് അവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മതനേതൃത്വത്തിരിക്കുന്നവർക്ക് പോലും അവരോട് ബന്ധപ്പെടാതെ പോകാൻ സാധിക്കുമോ? പക്ഷേ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്നും പ്രസക്തമായി നിൽക്കുന്നതുകൊണ്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് ആഴത്തിലിറങ്ങാൻ BJPക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഭാവിയിൽ സാധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനും ഇവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എത്താനുള്ള ക്യാമ്പയിനും പ്രവർത്തനവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും ശക്തമായിട്ട് ഉണ്ടാകേണ്ടത്. ഞാൻ ആ പോയിന്റിനെ അംഗീകരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ പ്രശ്നമായിട്ട് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, തൃശ്ശൂരിലല്ലാതെ മറ്റൊരു സ്ഥലത്തും സ്റ്റാറ്റിസ്റ്റിക്കലായി കടന്നു കയറാൻ ജനങ്ങൾക്കിടയിലേക്ക്, ന്യൂനപക്ഷ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാൻ BJPക്ക് ഇതുവരെ സാധിച്ചില്ല. അതിനും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം പറയാം. തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ നഗരസഭയിൽ BJP എവിടെ നിൽക്കുന്നു, കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? അത് കഴിഞ്ഞൊരു ദശകക്കാലത്ത് ആരാണ് ഇൻട്രോഡ്, അത് കയറുന്ന ആരാണെന്നാ ചോദിക്കുന്നത്. ശരിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പിടിക്കുമെന്ന് അവർ അവകാശപ്പെടും. അത് ഞങ്ങൾ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാ കോർപ്പറേഷനുകളും തിരിച്ചു പിടിക്കാൻ അതിശക്തമായ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രാദേശിക തലത്തിലുള്ള പല നേതാക്കൾ പോലും BJPയിൽ ചേർന്നു കോൺഗ്രസ്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇഷ്ടം പോലെ ചേരുന്നുണ്ട്. അതൊക്കെ കോൺഗ്രസ്സിൽ അത് താരതമ്യം മറ്റ് സ്റ്റേറ്റുകളെയൊക്കെ താരതമ്യം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ CPMലുള്ള അത്രയും ഇപ്പോൾ EP ജയരാജൻ വരെ ജാവ്ദേക്കറുമായി കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് അസ്പൃശ്യതയില്ലാതെ അവരുടെ പാർട്ടി നേരിടേണ്ട കാര്യം അത് അല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം
ഇതിപ്പോൾ പൊളിറ്റിക്സിൻ്റെ ഒരു പലരും ഈ അയാറാം ഗയാറാം എന്ന് പറയുന്നത് ഇന്നത്തെ കൾച്ചറല്ലല്ലോ, ആ പേര് പോലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള. അപ്പോൾ രാഷ്ട്രീയത്തിൽ കണ്ടാൽ മതി അതിനെ. അങ്ങനെയല്ല ഞാനതിനെ കാണുന്നത്, ഞാൻ ഒരു കാര്യത്തെയും നിസ്സാരമായി കാണുന്നില്ല. പക്ഷേ കാണുമ്പോൾ തന്നെ ചരിത്രവും അല്ലെങ്കിൽ വസ്തുതകളും മറച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവർ മോഹഭംഗങ്ങൾ ഉണ്ടാകുമ്പോൾ മാറിപ്പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ ഞങ്ങൾ ആ തരത്തിൽ കാണുന്നു. അല്ലാത്ത കാര്യത്തെ ഗൗരവതരമായി കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യും. ഇതിനിടയിൽ ഒരു കാര്യം ചോദിക്കുക, ഇപ്പോൾ സിനിമ വിവാദങ്ങൾ, നടന്മാരുടെയൊക്കെ പേരിലുള്ള ആരോപണങ്ങൾ വരുന്നു. ഇതിനിടയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ സിമി റോസ്ബെൽ ജോൺ, മുൻപ് PSC അംഗമായിരുന്നു, പാർട്ടി ഭാരവാഹിയായിരുന്നു, അവരൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ആരോപണം ഉന്നയിച്ച ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ അവരെ പുറത്താക്കി. ഇതെന്ത് ജനാധിപത്യ മാർഗമാണ്? ഒരു അന്വേഷണം പോലും നടത്താതെ അവർ പറഞ്ഞ പത്രസമ്മേളനങ്ങൾ മുഴുവൻ ഞാൻ കേട്ടതാണ്. അവരുടെ ആരോപണങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവസരങ്ങൾ കൊടുത്തില്ല എന്നാണ്. അവസരങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല. സിമി റോസ്ബെൽ ജോൺ പാർട്ടി ഭാരവാഹികളിരുന്നു, പിന്നെ കൗൺസിലർ, PSC മെമ്പർ, നിയമസഭയെ മത്സരിക്കാൻ അവസരം, ഇപ്പോഴും അവർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിരവധി ആൾ ഇതൊന്നും ലഭിക്കാത്തവരാണ്. അവർ പറഞ്ഞ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകൾ ആരും മോശക്കാരും. ഹൈബി ഈഡനെയാണ് അവരൊരു കുറ്റം പറഞ്ഞത്. TJ വിനോദ് ആരാണെന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. തൃശ്ശൂർ കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും DCC പ്രസിഡൻറ്റുമായതിനു ശേഷമാണ് അദ്ദേഹം നിയമസഭയെ മത്സരിച്ചത്. അപ്പം നമുക്കുടെ അവസരങ്ങളെക്കുറിച്ച് പറയാം, നമുക്ക് ചിന്തിക്കാം. പക്ഷെ മറ്റൊരാൾ അവസരം കിട്ടുമ്പോൾ അവർ മോശക്കാരാണെന്നും അവരെല്ലാം അവസരം വന്നത് മറ്റേ ആരുടെയൊക്കെയോ ഗുഡ് ബുക്കിൽ വന്നതാണെന്നൊരു ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നത് ഒരു പ്രസ്ഥാനത്തോട് ദോഷമാണ്. അതല്ല, അവരുടെ ആരോപണങ്ങളുടെ മെറിറ്റ് അല്ല ഞാൻ ചോദിക്കുന്നത്. അവരുടെ ആരോപണങ്ങളുടെ മെറിറ്റ് പരിശോധിക്കാതെ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ അവരെ പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിന്റെ അല്ല, അങ്ങനെയല്ല, പ്രതിപക്ഷ നേതാവിന്റെ പേരിലുള്ള ആരോപണത്തിന്റെ പേരിലല്ല അവർ പുറത്താക്കി. ജനാധിപത്യ പാർട്ടിയല്ല. ഞാൻ പൂർത്തീകരിക്കട്ടെ. പ്രതിപക്ഷ നേതാവിനെതിരെ അവർ പറഞ്ഞ ആരോപണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ അവസരങ്ങൾ കൊടുക്കാത്തതിൻ്റെ എല്ലാം പിന്നിൽ പ്രതിപക്ഷ നേതാവാണെന്ന രീതിയിൽ അവർ സംസാരിച്ചു. അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ, അത് തെറ്റാണ്. അതാണല്ലോ ഒന്നാമത്തെ പ്രശ്നം. അത് വസ്തുനിഷ്ഠമാണോ ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് കൃത്യമായി പരിശോധിച്ചു. അത് തെറ്റാണ്. അദ്ദേഹം വളരെ കൃത്യമായി അതിൻ്റെ സീക്വൻസ് പോലും പറഞ്ഞു. അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് എത്രയോ മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. അദ്ദേഹത്തിന് അതിനകത്ത് യാതൊരു പങ്കുമില്ലാന്ന കാര്യം പകൽ പോലെ വെളിച്ചമാണ്. അവരെ പുറത്താക്കാൻ കാരണം അവർ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന വനിതാ പ്രവർത്തകരെ മുഴുവൻ, സ്ഥാനങ്ങളിലെത്തിയവരെ മുഴുവൻ തെറ്റായ മാർഗങ്ങളിലൂടെ വന്ന രീതിയിലാണെന്ന് വരത്തക്ക രീതിയിൽ അവർ പത്രസമ്മേളനം നടത്തിയത്. അതിനെതിരെ സംസ്ഥാന മഹിളാ കോൺഗ്രസും കേരളത്തിലെ മഹിളാ നേതാക്കന്മാരുടെ പൂർണ്ണമായ ലീഡർഷിപ്പിൻ്റെ പരാതി നമ്മുടെ മുമ്പിലുണ്ട്. അവർ വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ, മഹിളാ പ്രവർത്തകർ, പൊതുപ്രവർത്തന രംഗത്തുന്നവർ, പൊതുപ്രവർത്തന രംഗത്ത് ഒരു സ്ഥാനത്തിലെത്തിപ്പെടുന്നവർ തെറ്റായ മാർഗങ്ങളിലൂടെ വരുന്നതാണെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് വനിതകൾ കടന്നു വരില്ല. അക്ഷന്തവ്യമായ തെറ്റാണ്. അതിന്റെ പേരിലാണ് VD സതീശനെ ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. അദ്ദേഹം വളരെ കഴിവുള്ള പ്രഗത്ഭനായ നേതാവാണ്. അതല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരാളൊരു പരാതി ഉന്നയിച്ചാൽ അടുത്ത ദിവസം തന്നെ നടപടിയെടുത്ത് പുറത്താക്കാൻ പറ്റുന്ന രീതിയിൽ അന്വേഷണ സംഘടനാ സംവിധാനം ഇപ്പൊ പാർട്ടി ചില കാര്യങ്ങൾ പ്രവർത്തനത്തിൽ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. അങ്ങനെയല്ല. പ്രൈമ ഫസി എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതി കാര്യങ്ങളിൽ തന്നെ പറയും. കോടതി പറയും പ്രൈമ ഫസി കുറ്റക്കാരാണെന്ന് പറയും. പ്രഥമ ദൃഷ്ടിയാണ്. ഇത് പ്രഥമ ദൃഷ്ടിയാണ്. കാരണം കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരെ കുറിച്ച് തന്നെ പറയുകയാണ്, ഇവരൊക്കെ കടന്നു വന്നത് അവരൊക്കെ അതിനകത്തൊരു ദുരിതമുണ്ട്. അവർ പറഞ്ഞ തെറ്റാണ്. പക്ഷെ അങ്ങനെ നടപടി വരുമ്പോൾ ഇനി ആരും പരാതിപ്പെടരുതെന്നുള്ള ഒരു സന്ദേശം കൂടെ. അങ്ങനെയല്ല, പരാതിപ്പെടുന്നതിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഇന്റേണലായിട്ട് ഇതൊരു പരസ്യമായ ഒരു സ്ത്രീ സമൂഹത്തെ, കോൺഗ്രസിൽ വനിതാ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ഇടിക്കുന്ന ഒരു പ്രതികരണമായതുകൊണ്ടാണ് ടോപ്പ് ലീഡർഷിപ്പ് നടപടിയെടുത്തത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ സംശയത്തിൻ്റെ നിലനിർത്താൻ സാധിക്കുമോ? ലക്ഷക്കണക്കിന് വനിതകൾ, അവരുടെ കുടുംബം, ഒരു വീട്ടിൽ നിന്നൊരു വനിതാ പ്രവർത്തക പുറത്തിറങ്ങി ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു സ്ഥാനത്തിരിക്കുന്നു, അവരൊരു സ്ഥാനത്തേക്ക് പാർട്ടി നിയോഗിച്ചു. ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ അവരുടെ കുടുംബത്തിന് മുമ്പിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ഇവരൊക്കെ വന്നത് തെറ്റായ മാർഗങ്ങളിലൂടെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. അത് ഞങ്ങൾ അനുവദിക്കില്ല. ഇപ്പോൾ ആരോപണ വിധേയരായവരെല്ലാം രാജിവെക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ വിൻസെന്റിന്റെ കാര്യത്തിലാണെങ്കിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിന് രാജി ഉണ്ടായില്ല. ഇപ്പം മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ആരോപണം തെളിയിക്കുന്നതിന് മുമ്പ് രാജിവെക്കണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരാൾ ആരോപണം തെളിയിക്കുന്നത് വരെ ഉള്ള കുറ്റക്കാരനല്ല, കുറ്റാരോപിതൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കുറ്റാരോപിതരെല്ലാം രാജിവെക്കണമെന്നൊരു അഭിപ്രായം കോൺഗ്രസിനില്ല. നമ്മൾ അങ്ങനെ ഒരു പ്രീസിഡൻറ്റും ഇല്ലല്ലോ. എത്രയോ ആളുകൾ ആരോപണം നേരിട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരെയും ആരോപണം നേരിട്ടൊരു പുറത്തിറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മുകേഷിൻ്റെ കാര്യത്തിലെ പ്രശ്നം അതാണ്. മുകേഷിൻ്റെ കാര്യത്തിൽ രണ്ടാണ് പ്രശ്നം. മുകേഷ് സിനിമാ നടൻ എന്ന അദ്ദേഹത്തിനെ കുറിച്ച് വന്നതൊരു സീരീസ് ഓഫ് തിങ്സാണ്.
ഒരു സീരിയൽ പിന്നെ ക്രൈംസ് ആണ് അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടത്. പക്ഷെ അതൊക്കെ ആരോപണമാണ്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി ക്രൈം എന്നാണ്. രണ്ട്, ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് എത്ര 4.5 വർഷക്കാലത്തിന് മുമ്പാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തിയത് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ഈ ആരോപണങ്ങൾ നിലനിന്ന് ഗുരുതരമായ ആരോപണങ്ങളാണ് അതിൻ്റെ അകത്തൊക്കെ ഉള്ളത്. അത് നിൽക്കുമ്പോഴാണ് മുകേഷിനെ പിടിച്ച് MLA സ്ഥാനത്തേക്ക് MLA ആയിരുന്ന ആൾ വീണ്ടും മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു. പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്തു. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും പുറത്തു വിടാതല്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും പുറത്തുമില്ല. അപ്പോൾ നമ്മൾ ജഡ്ജിൻ്റെ കയ്യിൽ ഇതിരിക്കുക. അതേ മുകേഷിനെ തന്നെ എന്ത് ചെയ്യുകയും ചെയ്തു, ലോക്സഭയിലേക്കും മത്സരിപ്പിച്ചു. അപ്പം ഞങ്ങൾ ഇതിനെല്ലാം ക്ലബ് ചെയ്തതാണ്. ഒരാരോപണമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നു. ഈ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിട്ടില്ല. ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് വീണ്ടും മത്സരിപ്പിച്ചു, വീണ്ടും അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിച്ചു. ഞങ്ങളപ്പോൾ ഒരു CPM-നെതിരെ ഒരു ധാർമ്മികതയുടെ ഒരു ക്വസ്റ്റ്യനാണ് ഞങ്ങളെ രാജി ആവശ്യമുള്ളത്. അതിന് എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞല്ലോ, ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം രാജിവെച്ചാൽ കുറ്റാരോപിതനല്ലെന്ന് തെളിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ CPM മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടല്ലോ. ഉണ്ട്. ഞങ്ങളൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല ആവശ്യം മുന്നോട്ട് വെക്കുക എന്നുള്ളത് ഞങ്ങളുടെ കാര്യം. എല്ലാ ആവശ്യങ്ങളും രാഷ്ട്രീയത്തിൽ നടക്കണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. CPM ഉമ്മൻചാണ്ടി സാർ രാജിവെക്കണമെന്ന് പറഞ്ഞാലേ ഇവർ സെക്രട്ടേറിയറ്റ് വളഞ്ഞത്. ഒരു ദിവസം കൊണ്ട് സമരം അവസാനിപ്പിച്ച് പോയില്ലേ? അതിൻ്റെ അർത്ഥം അത് അവരുടെ ദൗത്യം, ഇത് ഞങ്ങളുടെ ദൗത്യം. പ്രതിപക്ഷ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ധർമ്മമാണ്, ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാണ്. അപ്പം ഞങ്ങൾ സമൂഹത്തിന് മുമ്പിലാണ് ആ ക്വസ്റ്റ്യൻ ഉയർത്തിയത്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഫലം? ഞങ്ങൾ ജയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും, അതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അപ്പോൾ താങ്കളുടെ പ്രതീക്ഷകൾ സഫലമാവട്ടെ. എല്ലാ ആശംസകളും. നമസ്കാരം. താങ്ക് യു.